പ്രൈസ് ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ആശ്രയമീശോവിൽ ഇന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ ആശ്വാസമെന്നിൽ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ കൂരിരുൾ മൂടും വേളകളിൽ കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ. കൂരിരുൾ മൂടും വേളകളിൽ കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ. കാരിരും പാണിയിൽ പാടുള്ള പാണിയാൽ കരുണ നിറഞ്ഞവൻ കാക്കുമെന്നെ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2023 ഡിസംബർ മാസം 22-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യേകിച്ച് പകർച്ചവ്യാധിയിൽ നിന്നും അനേക പ്രതികൂലത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. ഭയത്തിൽ നിന്നുള്ള പൂർണ്ണ വിടുതൽ. പ്രിയര, പ്രാരംഭവാക്യത്തിലേക്ക് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കേണ്ട പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. പ്രിയരെ, അതിശക്തമേറിയൊരു വചനമാണ് ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെടുന്നത്. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല പ്രാപിച്ചത്, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കേണ്ട പുത്രത്വത്തിന്റെ ആത്മാവിനെയാണ് പ്രാപിച്ചത്. എന്നെ കേൾക്കുന്നവരെ, ഭയത്തിൽ ജീവിക്കുന്നവർക്ക് പൂർണ്ണമായി നന്മകൾ അനുഭവിക്കുവാൻ കഴിയത്തില്ല. ബൈബിളിൽ നാം ആദ്യമായി ഭയം എന്ന വേർഡ് വെളിപ്പെടുന്നത് ആദിമ മനുഷ്യനായ ആദവും ഹവ്വായും. അവർ ദൈവത്തിന്റെ കാലൊച്ച കേട്ടപ്പോൾ ഓടി ഒളിച്ചു. അവർ ഭയപ്പെട്ട് ഓടി ഒളിച്ചതായി നമുക്ക് കാണാൻ കഴിയുന്നു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഓടി ഒളിച്ചു എന്ന് അവർ പറഞ്ഞു. പാപം ചെയ്ത ആദിമ മനുഷ്യനുണ്ടായ ആദ്യ വികാരം അല്ലെങ്കിൽ ആദ്യ അനുഭവമാണ് ഭയം എന്ന് പറയുന്നത്. യവനായ ഭാഷയിൽ ഫോബിയാസ് എന്ന് വിളിക്കുന്നു. വൈദ്യശാസ്ത്രം ഇന്ന് 500-ലധികം ഫോബിയാസുകളെ തെളിയിച്ചു കഴിഞ്ഞതായി നമുക്ക് കാണാൻ കഴിയുന്നു. അതിനകത്ത് ചിലത് നമുക്ക് കാണാൻ കഴിയും. 91-ാം സങ്കീർത്തനം അതിന്റെ 5-6 വാക്യങ്ങൾ. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും 6-ാമത്തെ വാക്യം. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. 500-ലധികം ഫോബിയാസ് വൈദ്യശാസ്ത്രം കണ്ടുപിടിച്ച് നിൽക്കുമ്പോൾ അതിനകത്ത് ചിലത് നമുക്ക് കാണാൻ കഴിയും. ഡിപ്രഷൻ, ആഴമേറിയ ഡിപ്രഷൻ നമുക്ക് കാണാൻ കഴിയും. അതേപോലെ രാത്രിയിൽ കിടന്നുറങ്ങാൻ പറ്റുന്നില്ല, വല്ലാത്ത ഭയം. ചിലവർ അടുത്ത മുറിയിലേക്ക് രാത്രി ഒറ്റയ്ക്ക് പോകാൻ പറ്റാത്ത അനുഭവം. ചിലവർ നിഴലുകളെ ഭയപ്പെടുന്നതായി കാണുന്നു. ഇങ്ങനെ അനേക ടൈപ്പിലുള്ള ഭയങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നു. എന്നാൽ 91-ാം സങ്കീർത്തനത്തിലൂടെ ദൈവം നമ്മോട് പറയാണ്, ഈ ഭയത്തെ ഒന്നിനെയും നിനക്ക് പേടിപ്പാനില്ല, കാരണം അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമായിരിക്കും. ഇയ്യോബിന്റെ പുസ്തകം 3-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിലേക്ക്. ഞാൻ പേടിച്ചത് തന്നെ എനിക്ക് നേരിട്ടു, ഞാൻ ഭയപ്പെട്ടത് എനിക്ക് ഭവിച്ചു. ഇയ്യോബ് തന്റെ അനുഭവത്തിൽ നമ്മോട് പറയാണ്, ഞാൻ ഭയപ്പെട്ടത് എനിക്ക് നേരിട്ടു, ഞാൻ ഭയപ്പെട്ടത് എനിക്ക് ഭവിച്ചു. എന്നാൽ എന്നെ കേൾക്കുന്നവർ, യേശുവിന്റെ കാൽവരി ക്രൂശിലൂടെ എനിക്കും നിങ്ങൾക്കും ഈ ഭയത്തിൽ നിന്ന് പൂർണ്ണ വിടുതലുണ്ട്. യോഹന്നാന്റെ ലേഖനത്തിൽ വ്യക്തമായി എഴുതിയിരിക്കുന്നു, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കും. യേശു നമ്മെ പൂർണ്ണമായി സ്നേഹിച്ചുകൊണ്ടാണ് കാൽവരി ക്രൂശിൽ തന്റെ ജീവനെ നമുക്ക് ദാനമായി നൽകിയത്. യേശുവിന്റെ കാൽവരി ക്രൂശ് മരണത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവവൈതലിന് ഭയത്തിൽ നിന്ന് പൂർണ്ണമായി വിടുതൽ പ്രാപിക്കുവാൻ കഴിയും. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ഭയത്തെ നമുക്ക് 3ആയി തരംതിരിക്കാൻ കഴിയും. ഒന്നാമത്തെ ഭയം മനുഷ്യഭയമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 4-5 വാക്യങ്ങളിലേക്ക്. എന്നാൽ എൻ്റെ സ്നേഹിതന്മാരായ നിങ്ങളോട് ഞാൻ പറയുന്നത്, ദേഹത്തെ കൊന്നിട്ട് പിന്നെ അധികമായി ഒന്നും ചെയ്യുവാൻ കഴിയാത്തവരെ ഭയപ്പെടേണ്ട.
4-ാമത്തെ വാക്യത്തിലൂടെ ദൈവം നമ്മോട് പറയാണ്, ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട. മാനവകുലത്തിൽ നാം കൂടുതൽ ശ്രദ്ധിച്ചു നോക്കിയാൽ കൂടുതലും പേരുടെ മേളിൽ മരണഭയമാണ് ഏറ്റവും അധികമായി നാം കാണുന്നത്. എന്നാൽ ആരെ ഭയപ്പെടണമെന്നുള്ളത് 5-ാമത്തെ വാക്യം പറയുന്നു. ആരെ ഭയപ്പെടണമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കൊന്നിട്ട് നരകത്തിൽ തള്ളിക്കളയുവാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവിൻ, അതെ അവനെ ഭയപ്പെടുവിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. 5-ാമത്തെ വാക്യത്തിലൂടെ ദൈവം നമ്മോട് പറയാണ്, നാം പൂർണ്ണമായി ദൈവത്തെ ഭയപ്പെടണം. സദൃശവാക്യം 29-ാം അധ്യായം 25-ാമത്തെ വാക്യം പറയുന്നു, മനുഷ്യ ഭയം ഒരു കെണിയാകുന്നു, യഹോവയിൽ ആശ്രയിക്കുന്നവരും എന്നേക്കും രക്ഷ പ്രാപിക്കും. എങ്കിൽ നമുക്ക് പൂർണ്ണമായി മനുഷ്യഭയത്തിൽ നിന്ന് ജയം പ്രാപിക്കുവാനായിട്ട് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തെ ഭയപ്പെടാൻ പ്രിയരെ. എങ്കിൽ 2-ാമത്തെ ഭയം എന്ന് പറയുന്നത് അകാരണമായി കിടക്കുന്ന ഭയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഉറഞ്ഞു കിടക്കുന്ന ഭയങ്ങൾ. അമ്മയുടെ ഉദരം മുതലേ നമ്മുടെ മേളിലേക്ക് കൈമാറിയ, അമ്മ ഭയപ്പെട്ടപ്പോൾ, അമ്മ ഉപദ്രവിക്കപ്പെട്ടപ്പോൾ അകത്ത് കിടക്കുന്ന കുഞ്ഞിലേക്ക് കൈമാറിയ ഭയങ്ങൾ. ഇന്ന് എന്നെ കേൾക്കുന്ന ഒരുപാട് പേർക്ക് ഈ മേഖലകളിൽ ഭയമുണ്ട്. കാരണം സ്കൂളിൽ പഠിക്കുന്ന സമയത്തുണ്ടായ ഭയം, ആ മറ്റുള്ളവർ ഉപദ്രവിച്ചപ്പോൾ, അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ഉപദ്രവത്തിലൂടെ, അല്ലെങ്കിൽ ആ സിനിമ കണ്ടതിലൂടെ, അങ്ങനെ ഒരുപാട് മേഖലകളിൽ നമ്മുടെ അകത്ത് ഉറഞ്ഞു കിടക്കുന്ന ഭയം. അതുമൂലം രാത്രി പൂർണ്ണമായി ഉറങ്ങാൻ കഴിയുന്നില്ല, ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്ക് പോകാൻ കഴിയുന്നില്ല, ഒരു നിഴല് പോലെ ഒരു ശക്തി നമ്മുടെ പിറകിൽ നടക്കുന്നതായി നമുക്ക് തോന്നാറുണ്ട്. ആ പൂർണ്ണമായി ഉറക്കം ലഭിക്കാതെ ഒരു ഭ്രാന്ത് പിടിച്ചു പോകുന്ന ഒരു അനുഭവത്തിലൂടെ എന്നെ കേൾക്കുന്ന പല കുടുംബങ്ങളിലും ഇതുമൂലം അസ്വസ്ഥതയിലേക്ക് മാറുന്നു. പൂർണ്ണ സ്നേഹം ലഭിക്കാതെ, സമാധാനം ലഭിക്കാതെ ഒത്തിരി കുടുംബങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. നമുക്ക് ഇതിനെ ആധാരമാക്കി ഒരു വാക്യത്തിലേക്ക് കടന്നു വരാം. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 26-27 വാക്യങ്ങളിലേക്ക്. അവൻ കടൽമേൽ നടക്കുന്നത് കണ്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു, അതൊരു ഭൂതം എന്ന് പറഞ്ഞ് പേടിച്ച് നിലവിളിച്ചു. 27-ാമത്തെ വാക്യം. ഉടനെ യേശു അവരോട്, ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. ഈ വചന പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും അറിയാം. യേശുവിന്റെ ശിഷ്യന്മാർ അക്കരയ്ക്ക് പോകുന്ന വഴിയിൽ കാറ്റും കോളും കൊണ്ട് അവരുടെ ജീവിതം അവസാനിക്കുമോ എന്ന് ചിന്തിച്ച് അവർ ഭയപ്പെട്ട് നിലവിളിക്കുമ്പോൾ യേശു അവരെ രക്ഷിക്കുവാനായി ഇതാ കടലിന് മേളിലൂടെ 4-ാം യാമത്തിൽ അവരെ അടുക്കിലേക്ക് വരികയാണ്. യേശുവിനെ കാണുമ്പോൾ അവർ ഭയപ്പെട്ടിട്ട് അതൊരു ഭൂതമെന്ന് പറഞ്ഞ് അവർ പേടിച്ച് നിലവിളിക്കുകയാണ്. യേശു ഉടനെ തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, പേടിക്കേണ്ട, ഇത് ഞാൻ തന്നെയാണ്. എന്നാൽ യേശുവിനെ കണ്ടിട്ട് അവർക്ക് മനസ്സിലായില്ല. എന്നാൽ അവർക്കുണ്ടായ അറിവിൽ നിന്നോ ആരോ അവരോട് പറഞ്ഞു കൊടുത്തത് പ്രകാരം രാത്രിയിൽ കടലിന് മേളിലൂടെ നടന്നു വരുന്നത് ഭൂതമെന്ന് അവർ ചിന്തിച്ചു. അങ്ങനെയാണ് അവർ ഭയപ്പെട്ടു പോകുന്നത്. യേശുവിനെ കണ്ടിട്ട് പോലും അവർക്ക് മനസ്സിലായി. അവരെ അകത്തുറഞ്ഞു കിടക്കുന്ന ഭയത്തിൽ നിന്ന് അവർ വിളിച്ചു പറയാണ്, അത് ഭൂതമാകുന്നു. യേശു അവരെ പൂർണ്ണമായി വിടുവിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. ഇന്നും എന്നെ കേൾക്കുന്നവരെ, യേശുവിൻ്റെ ഒരു വാക്കിന് നിങ്ങളെ വിടുവിക്കുവാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിലെ അവസ്ഥകൾക്ക് മാറ്റം കൊണ്ടുവരാൻ കഴിയും. 3-ാമത്തതും പ്രധാനവുമായ ഭയത്തിന്റെ ചിന്തയിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. നാം മുമ്പോട്ട് പോകുന്ന സാഹചര്യങ്ങളിൽ വെളിപ്പെടുന്ന ഭയം. ഇതിനാധാരമായിട്ട് മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 30-ാമത്തെ വാക്യത്തിലേക്ക്. എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങിത്തുടങ്ങുകയാൽ കർത്താവെ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. ഈ വചനവും നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. യേശു കർത്താവിന്റെ വാക്ക് കേട്ട് യേശു കർത്താവിനെ കണ്ടുകൊണ്ട് പത്രോസ് വെള്ളത്തിന് മേളിൽ നടക്കുകയാണ്. എന്നാൽ പത്രോസ് ഇപ്പോൾ തനിക്ക് നേരെ വീശുന്ന കാറ്റ് കണ്ട് പേടിച്ചവൻ മുങ്ങിപ്പോവുകയാണ്. ആ സമയത്ത് അവൻ പേടിച്ച് നിലവിളിക്കുന്ന വാക്യമാണ് നാം വായിച്ചു കേട്ടത്. എന്നെ കേൾക്കുന്നവരെ, ഈ ഭയത്തിൽ നിന്ന് നമുക്ക് പൂർണ്ണമായി വിടുതലുണ്ട്. എബ്രായ ലേഖനം 2-ാം അധ്യായം അതിന്റെ 14-15 വാക്യത്തിലേക്ക്. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെപ്പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചനെ 15-ാമത്തെ വാക്യം തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വലിയൊരു ഉറപ്പ് വെളിപ്പെടുകയാണ്. യേശു കർത്താവ് തന്റെ മരണത്താൽ എന്നെയും നിങ്ങളെയും പൂർണ്ണമായും ഭയത്തിൽ നിന്ന് വിടുവിച്ചു. എത്ര പേർ വിശ്വസിക്കുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പ്രിയരെ. കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അങ്ങയുടെ മരണത്താൽ അങ്ങ് ഞങ്ങളെ പൂർണ്ണമായി വിടുവിച്ചതിനായി സ്തോത്രം ചെയ്യുകയാണ്. മക്കളെന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ തന്നുകൊണ്ട് അങ്ങ് ഞങ്ങൾക്ക് വെച്ചിരിക്കുന്ന നന്മകളെ പ്രാപിക്കേണ്ടതിനായി ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന ഓരോ മക്കളെയും പൂർണ്ണമായി അങ്ങ് ഭയത്തിൽ നിന്ന് വിടുവിക്കുന്നതിനായി സ്തോത്രം. ഇവർ അനുഭവിക്കുന്ന എല്ലാ നിലയിലും ഭയത്തെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. ഇവർ ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഉറപ്പിക്കുന്നു. അതേപോലെ എല്ലാ ദിവസവും സൂമിൽ ആരാധന നടക്കുകയാണ്. നിങ്ങളെയും ക്ഷണിക്കുന്നു. എങ്കിൽ ഈ പ്രഭാതം ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.